സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. മാഷേ, മാഷേ, ഉണ്ണി മാഷേ, ആ വാ മാഷേ, ഇരിക്കും. എത്ര പെട്ടെന്നാ മാഷേ ഓരോ മാസവും കടന്നു പോകുന്നത്. അല്ല, ശാരദ ടീച്ചറുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഉണ്ണിമാഷേ, നമ്മടെ ഉണ്ണിമോള് ഇതുവരെ വന്നില്ലല്ലോ. ട്രെയിന് വളരെ ലേറ്റ് ആണെന്ന് കേക്കണ്ട ടീച്ചറെ. ടീച്ചർ ഉറങ്ങിക്കോ, വരുമ്പോ വിളിക്കാം. അല്ല മാഷേ, മാഷേനെ ഇപ്പോൾ വായനശാലയ്ക്കൊന്നും കാണാനില്ലല്ലോ. സൈമനും ബാലകൃഷ്ണനും എല്ലാവരും ചോദിക്കാറുണ്ട്. എന്താ മാഷേ, ഇവിടെ തന്നെ ഇരിക്കാനാണോ ഉദ്ദേശിക്കണേ? മാഷേ, ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റുമോ മാഷെ? പഠിപ്പ് കഴിഞ്ഞ് അവൾ ആഗ്രഹിച്ച ജോലി തന്നെ കിട്ടി. സെക്രട്ടേറിയറ്റിലേ
ചെറുപ്പത്തിൽ തന്നെ അവള് വലിയ പിടിവാശിക്കാരിയാണെന്ന് മാഷക്ക് അറിയാലോ. ഉം. പുതിയതായി മറ്റൊരു പിടിവാശി. പുതിയതായി വാങ്ങിയ കാറിലെ അതിൽ തന്നെ അവൾക്ക് പോണെന്ന് തിരുവനന്തപുരത്തേക്ക്. അത് മാത്രല്ല, അവള് വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു. അവള് തന്നെ ഡ്രൈവ് ചെയ്യാന്ന്. ഡ്രൈവിങ്ങിൽ അവൾ മിടുക്കി തന്നെയാ. എനിക്ക് പിന്നെ തോന്നി ഞാനെടുത്ത തീരുമാനം തെറ്റായി പോയെന്ന്. എന്ത് സന്തോഷമുള്ള യാത്രയായിരുന്നു മാഷെ, ഞാനും എന്റെ കുടുംബവും. പെട്ടെന്ന് എതിരെ വന്ന വാഹനം തകർത്ത് കളഞ്ഞില്ല എല്ലാം. പിന്നെന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല മാഷെ. അല്ല, നാളെയല്ലേ മോളുടെ ആണ്ട്? എവിടെ വെച്ചിട്ടാണ് നടത്തണേ? പാമ്പാടിയാണോ അതോ ശാന്തി തീരത്തോ? എന്റെ മകളുടെ ഹൃദയം ഇന്നും ഒരാളുടെ നെഞ്ചിലും ഇടിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകള് ഇന്നും ഈ ലോകം കാണുന്നുണ്ട്. അവളുടെ വൃക്കയും കരളും മറ്റുള്ളവർക്ക് ജീവിതം കൊടുക്കുന്നുണ്ട്. അവൾ പലരിലായി ഇന്നും ജീവിക്കുകയല്ലേ മാഷെ. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ മരണകർമ്മം ചെയ്യാറുണ്ടോ മാഷെ? മരിച്ചിട്ടില്ല, അവള് മരിച്ചിട്ടില്ല, എന്റെ മോള് മരിച്ചിട്ടില്ല മാഷേ. അച്ഛാ, കരയില്ലേ അച്ഛാ, ഉണ്ണിമോൾക്ക് വിഷമാവും. അവൾക്ക് വേണ്ടി വലിയ കർമ്മങ്ങൾ ചെയ്യുന്നതിലും ഭേദം അവൾ സമ്മാനിച്ച ജീവിതങ്ങളെ ഓർക്കുന്നതല്ലേ. ഇനിയുള്ള കാലം ഞങ്ങൾക്കറിയില്ലടോ മാഷേ, അവൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. മാഷേ, ഒന്ന് പോയി അന്വേഷിക്കും മാഷേ. ഈ കൊച്ചിനെ കൊണ്ട് തോറ്റു. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വിവരവും ഇല്ല. മോള് എന്ത് പറഞ്ഞാൽ ഞാൻ മാഷെ ആശ്വസിപ്പിക്കാം? അപ്പോ വലിയ കർമ്മങ്ങളൊന്നും വേണ്ട അല്ലേ? അവൾ പലരിലായി ഇന്നും ജീവിക്കുകയല്ലേ മാഷെ. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും മരണകർമ്മം ചെയ്യാറുണ്ടോ?